സർ, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന സംഘടിതവും അതിനിഷ്ഠൂരവുമായിട്ടുള്ള റാഗിങ്ങും അതിക്രമങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിലാകെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് സർ. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹം മുഴുവൻ ലോഷനൊഴിച്ച് ഡിവൈഡർ കൊണ്ട് കുത്തിമുറിവേൽപ്പിച്ച സംഭവം സാർ വളരെയേറെ ജനങ്ങളുടെ ഉള്ളു തീർന്ന അവസ്ഥയിലേക്കാണ് സാർ എത്തിയിരിക്കുന്നത്. സാർ, എൻ്റെ ചോദ്യം, ഈ കേസിലെ പ്രതികളെ അവരുടെ ഈ റാഗിംഗ് കേസിൽ ഇതിനു മുമ്പും ഉൾപ്പെട്ടിരുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അത് ശരിയാണോ? ഇവരെ നേഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇവരെ തിരികെ പ്രവേശിപ്പിക്കാൻ അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായിട്ടുണ്ടോ? മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്, നമുക്കത് കാണാൻ പോലും കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. സർ, അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് സർ അത്. ഇതിൽ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുന്നു. അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രൊസീജിയർ മാത്രമാണ് സർ. ഇന്നോ നാളെയോ ആ ഉത്തരവ് കൂടി പുറത്തിറങ്ങും സർ. അവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങും സർ. അതിൽ ഈ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിൽ ഇവർ മുൻപ് റാഗിങ്ങിൽ ഉൾപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത മാധ്യമത്തിൽ വന്നപ്പോൾ ഈ 5 പേരും അങ്ങനെ മുൻപൊരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിൽ ഇല്ലായിരുന്നു സർ. അവർ ഉൾപ്പെട്ടിരുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നതായിട്ട്, അതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലും കാര്യവട്ടം ക്യാമ്പസിലും ഉൾപ്പെടെ ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള കോളേജുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിക്കുന്നു. സർ, നമ്മുടെ സംസ്ഥാന നിയമത്തിൻ്റെയും അതോടൊപ്പം തന്നെ UGC റെഗുലേഷൻ്റെയും അടിസ്ഥാനത്തിലുള്ള നടപടികൾ കർശനമായിട്ട് എല്ലാ കോളേജുകളിലും ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ അത് നടപ്പിലാക്കണം അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് സർ. സർ, ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് 3 മാസം ഒരു ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ, പുതിയ വർഷം ആദ്യത്തെ വർഷം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 3 മാസത്തോളം ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് വളരെ നിതാന്തമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുമുണ്ട് സർ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുകയും റിപ്പോർട്ട് യഥാവിധം അത് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.